പിന്നെ ഇപ്പം അർജൻറ്റീനയുടെ കാര്യം പറഞ്ഞ മെസ്സിയൊക്കെ ഇവിടെ വരുന്നത്, മെസ്സിയെക്കാളും എത്രയോ ഭംഗിയുള്ള ഫുട്ബോളേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നറിയാമോ എന്ന് ഇതിൻ്റെ അകത്തുനിന്ന് പൊളിറ്റിക്സ് എടുത്ത് കളയുന്നു. അന്ന് മാത്രമേ ഇത് രക്ഷപ്പെടുകയുള്ളൂ. സ്വിമ്മിങ് അറിയാത്തവനെ സ്വിമ്മിങ് കോച്ചായിട്ട് വിട്ടതിൻ്റെ എന്തെങ്കിലും കാര്യമുണ്ട്? നമസ്കാരം. നിങ്ങളിങ്ങനെ കൗതുകമുണർത്തുന്ന ഒരു വാർത്ത കേട്ടിട്ടുണ്ടോ? പറയാം. ഒരമ്മ പെറ്റ ഒരു വീട്ടിലെ 5 ആൺമക്കൾ ഫുട്ബോളിൽ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ രാജ്യത്തിൻ്റെ ഗോൾ വല കാക്കുക. ഇവർ 5 പേരും ജനിച്ചത് ബ്രസീലിലോ അർജന്റീനയിലോ ആയിരുന്നെങ്കിൽ തീർച്ചയായും ലോകം അവരെ ആഘോഷിച്ചേനെ. സംഭവം നടക്കുന്നത് യൂറോപ്പിലോ മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലോ അല്ല, മറിച്ച് നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ പെരുന്നയിലെ പേരുകേട്ട ഒരു നായർ തറവാട്ടിൽ ജനിച്ചു വളർന്ന ഈ 5 സഹോദരന്മാർ ഫുട്ബോളിലെ രാജ്യത്തിൻ്റെ ഗോൾവല കാത്ത വീരന്മാരാണ്. ചങ്ങനാശ്ശേരിയുടെ അഭിമാനം എന്ന നിലയിൽ CTVക്ക് അവർ ഏറെ പ്രിയപ്പെട്ടവരാണ്. അവരിൽ ഒരാളായ ശ്രീ ബാബു നായർ അവിട്ടപ്പള്ളി ഇന്ന് ചിത്രം ചരിത്രം ചങ്ങനാശ്ശേരി എന്ന പ്രത്യേക പരിപാടിയുമായി ബന്ധപ്പെട്ട് CTVയുടെ ഫ്ലോറിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ശ്രീ രമേശ് മാത്യു. ഏവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കേരളത്തിൽ തന്നെ ഫുട്ബോൾ ചരിത്രത്തിൽ, ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത ക്രെഡൻഷ്യൽസ് ഉള്ള ഒരു ഫാമിലി ചങ്ങനാശ്ശേരിയിലുണ്ട്. ഇവിടുത്തെ ഒരു പ്രബല നായർ കുടുംബമായ അവിട്ടപ്പള്ളി തറവാട്. അതിൽ നിന്ന് 5 പേരാണ് ഇന്ത്യക്ക് കളിച്ചിട്ടുള്ളത്. 5 പേര്, അതായത് സോമശേഖരൻ നായർ, ശശികുമാർ നായർ, ബാബു നായർ, വിജയകുമാർ നായർ, വിനയചന്ദ്രൻ നായർ. ഇത്രയും പേരാണ് അവരുടെ വീട്ടിൽ നിന്ന് ഇന്ത്യയിലെ പല രംഗങ്ങളിലായിട്ട് ഇന്ത്യക്ക് കളിച്ചിട്ടുള്ളവർ. അതിൽ ഇന്ത്യൻ നേവിക്കും സർവീസസിനും കേരളയ്ക്കും കളിച്ചിട്ടുള്ള ബാബു നായർ. ഇവർ 5 പേരും ഗോൾ കീപ്പേഴ്സാണെന്നുള്ളതാണ് ഏറ്റവും രസം. അതിലെ ബാബു നായരാണ് ഇപ്പം നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പം ബാബു നായർ ശരിക്കും 73-ൽ സന്തോഷ് ട്രോഫി ജയിച്ച കേരള ടീമിലെ ഒരു അംഗം കൂടെയാണ്. അന്നത്തെ 73-ലെ ടീം ജയിക്കുമ്പം ചങ്ങനാശ്ശേരിക്കാർ നിങ്ങൾ 2 പേരുണ്ട്. ഞങ്ങൾ 2 പേരായിരുന്നു ചങ്ങനാശ്ശേരിക്കാരുണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ ടീം മാനേജറായിരുന്ന പിന്നെ PP ജോസ്, നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ ഫുട്ബോൾ കളി അറിയാത്ത ഒരു ഫുട്ബോളർ അങ്ങനെയായിരുന്നു. കാരണം വെച്ചാൽ അദ്ദേഹം ഫുട്ബോളിനോട് ഭയങ്കര കമ്പമായിരുന്നു. കാരണം വെച്ചാൽ പിന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ഇവിടെ ഒരു ലക്കി സ്റ്റാർ എന്നൊരു ക്ലബ്ബ് ഇവിടെ ഉണ്ടായിരുന്നു. 55 to 60 ആ കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹമായിരുന്നു അതിന്റെ ഓളിനാള്. ഇവിടെ ആക്ച്വലി ശരിക്കും പറയുകയാണെങ്കിൽ ചങ്ങനാശ്ശേരിക്കാരെ ഫുട്ബോളേഴ്സിനെ കൈപിടിച്ച് ഉയർത്തിയ ഒരു വ്യക്തി PP ജോസ് ആണെന്ന് അടിവരയിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം കളിക്കത്തില്ലായിരുന്നു. അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പിന്നെ അംബ ആയുർവേദ വൈദ്യശാലയില്ലേ, അതിന്റെ മുകളിലായിരുന്നു. അതിന്റെ ഇവരുടെ പിന്നെ ലക്കി സ്റ്റാർ. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് മാർക്കറ്റ് റോഡിൽ ആ കോർണറിൽ അവിടോട്ട് മാറി. ഈ ക്ലബിന്റെ പ്രസിഡന്റ് ഒക്കെ ആരായിരുന്നു? എല്ലാം ഓളിനാള്. പിന്നെ ഇടയ്ക്ക് നമ്മുടെ ബാബു, കരിമറ്റം ബാബു, അറിയാണ്ട് കരിമറ്റം അറിയാലോ, കരിമറ്റം ബാബു ഇടയ്ക്ക് കുറച്ചാണ്. പക്ഷെ എന്നാലും ഇദ്ദേഹമായിരുന്നു. കേരളത്തിൽ എവിടെ ടൂർണമെന്റ് ഉണ്ടെങ്കിലും 7സും പിന്നെ 11സും ഉണ്ടെങ്കിലും ഞങ്ങൾ പോകുമായിരുന്നു. ഞാൻ 12ാമത്തെ വയസ്സിൽ PP ജോസിന്റെ കൂടെ പിന്നെ ഈരേറ്റ് കോട്ടയം 7s കളിക്കാനായിട്ട് പോയതാണ്. ഈരേറ്റ് കോട്ടയം എന്ന് പറയുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരിക്കാരുടെ ഒരു ബെൽറ്റ് അവിടെ കേട്ടോ. അവിടുന്ന് ബിസിനസ് ചെയ്യാനായിട്ട് പല ആൾക്കാരും അവിടെ പോയിട്ടുണ്ട്. ഈരേറ്റ് അവിടെ ഉണ്ട്. എന്നാൽ അവർക്ക് വലിയ കമ്പ ഇവിടുന്ന് ഒരു ടീം വന്ന് അവിടെ കളിക്കുന്നത്, പ്രത്യേകിച്ച് ജോസിന്റെ ടീം. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കളിച്ചിട്ടുമുണ്ട്. അങ്ങനെ പിന്നെ 73-ല് പിന്നെ കേരള പിന്നെ നാഷണൽ മഹാരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന സമയത്ത് അറിയാം, അവിടുത്തെ ആദ്യമായിട്ട് അവിടെ നടക്കുന്ന ഒരു ടൂർണമെന്റ് സന്തോഷപ്പടി നടക്കുക. അന്ന് അദ്ദേഹത്തിന്റെ ടീം മാനേജർ എന്ന് പറയുന്നത് നമ്മുടെ PP ജോസ് ആണ്. മനസ്സിലായി? കോട്ടയത്ത് നിന്ന് 2 പേരെ ഉള്ളായിരുന്നു. ഒന്ന് PP ജോസും ഒന്ന് ഞാനും. ഗോൾ കീപ്പറിൽ ഒരു ഞാനും, ഞങ്ങൾ 2 പേരെ ഉള്ളായിരുന്നു അന്ന് 73-ൽ ഉണ്ടായിരുന്നു. ബാബു നായർ എത്രാമത്തെ വയസ്സിലാണ് നേവിയിൽ പോകുന്നത്? ഞാൻ നേവി പോകുന്നത് 16. ഞാൻ പിന്നെ ഇവിടെ കഴിഞ്ഞിട്ട് ഇന്റർമീഡിയറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഡെറാഡൂണിൽ പോയിട്ട് അവിടെ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തത്. ചേട്ടനാണ് ബോട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിട്ട് ജോലിയാണ് എന്റെ മൂത്ത ബ്രദറെ. അന്നേരം അവിടെ പോയിട്ട് അവിടെ നിന്നാണ് ഞാൻ നേവി ജോയിൻ ചെയ്തത്. ചേട്ടന്റെ പേര് ചന്ദ്രശേഖരൻ നായർ. പുള്ളി റിട്ടയർ ചെയ്യുമ്പോൾ ബൊട്ടാണിക്കൽ സർവേയുടെ ഡയറക്ടർ ജനറൽ മരിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, പേപ്പറിൽ കണ്ടത്. അദ്ദേഹത്തിന്റെ പേരില് പിന്നെ ഒത്തിരി പ്രബന്ധങ്ങളുണ്ട്.
നമ്മുടെ ഡോക്ടേഴ്സ് മാനിയ, ആ എൻസി മാനിയ, ആ. നയേഴ്സ് മാനിയ, ഓ, അത് ഇതെല്ലാം ഉണ്ട്. അതിപ്പോ ബോട്ടണിയെ പറ്റി ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുള്ളി പഠിച്ചത് എവിടെയായിരുന്നു? എസ് പി കോളേജിലായിരുന്നു. ഓ, അത് അവിടെ ഒരു എസ് പി കോളേജിൽ തന്നെ ബോട്ടണിയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ട്. ഓ ഓ അദ്ദേഹത്തിനെ പറ്റി അറിയാം. പഠിക്കുന്ന ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് ജോലി പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു നല്ല അത് ശരി. അതെ അതെ പുള്ളി എൽഡസ്റ്റ് എൽഡസ്റ്റ് പുള്ളിയായിരുന്നു നിങ്ങളുടെ എല്ലാ ഇൻസ്പിറേഷൻ അതന്നെ. അല്ലേ? പക്ഷേ സ്പോർട്സിന്റെ അകത്ത് ഇൻഫർമേഷൻ ഗോൾ കീപ്പർ നായരായിരുന്നു. അതായത് സോമശേഖരൻ നായർ. പുള്ളിക്കാരൻ പുള്ളി കളിച്ചിരുന്നത് അല്ല പിന്നെ കാൽടെക്സ്, കാൽടെക്സ്, മഹേന്ദ്ര, ഓ പിന്നെ മഫ്റ്റ്ലാൽ മഫ്റ്റ്ലാലും കളിച്ചിരുന്നു. മഫ്റ്റ്ലാൽ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി കളിച്ചു. ആ പിന്നെ മഫ്റ്റ്ലാലിന്റെ ഗോൾ കീപ്പർ ആയിരുന്നു. ഗോൾ കീപ്പർ. പിന്നെ കൂടാതെ മഫ്റ്റ്ലാലിന്റെ ടീം മാനേജർ ആയിരുന്നു. നിങ്ങളുടെ കൂട്ടത്തില് ശരിക്കും പറഞ്ഞ അപ്പൊ കേരളത്തിന് കളിച്ചവരുണ്ട്, സർവീസസിന് കളിച്ചവരുണ്ട്, ഇന്ത്യക്ക് കളിച്ചവരുണ്ട്, തമിഴ്നാടില്ല, ഗോവയ്ക്ക് കളിച്ചവരുണ്ട് അല്ലേ? ഇന്ത്യക്ക് പെൻഡാങ്കുലർ കളിച്ച ഒരു ബ്രദർ രണ്ടുപേര് കളിച്ചു പെൻഡാങ്കുലർ. ഒന്ന് വിജയകുമാറും ഒന്ന് വിനയകുമാർ. അതെ അതെ. വിജയകുമാർ അല്ലല്ല, ആദ്യം വിജയകുമാർ അലൻഡിലായിരുന്നു. നല്ലൊരു ടീം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. നമ്മുടെ ചങ്ങനാശ്ശേരിക്കാരൻ ചെറിയ പാപ്പ ഇവരൊക്കെ അലൻഡിലെ കളിക്കാരുണ്ട്. അതെ, അലിന്റെ ആണ് നാഗജി ജയിച്ചിട്ടുള്ള ഒരേ ഒരു കേരള എന്റെ അറിവ് ശരിയാണ്. അലിന്റെ ആണ്. അലിൻഡിൽ അന്ന് ഒരുപാട് അലിൻഡിൽ കളിച്ചിട്ടുണ്ടോ? ബ്രദർ കളിച്ചിട്ടുണ്ട്. ബാബു ടൈറ്റാനിയത്തിന് ഇതിന്റെ നാഗജിയുടെ ഫൈനലിൽ കളിച്ചല്ലേ? ഞങ്ങള് പിന്നെ ഞാൻ 72 ടൈറ്റാനിയത്തിൽ ജോയിൻ ചെയ്തു. ഓ, അവിടെ നിന്നാണ് ഞാൻ സ്റ്റേറ്റിന് കളിക്കുന്നത്, നാഷണൽ കളിക്കുന്നത് 73. അവിടെ ആ കാലഘട്ടത്തില് ടൈറ്റാനിയം 3 ട്രോഫി ലിഫ്റ്റ് ചെയ്തു. ഓ, ഒന്ന് ട്രിവാൻഡ്രം ലീഗ്, പിന്നെ ഇവിടെ പിന്നെ സ്റ്റേറ്റ് നൈജറിൽ ഞങ്ങള് പിന്നെ ഫൈനലിൽ മഫ്റ്റ്ലാൽ ടോപ്പ് ടീമാണ്. മഫ്റ്റ്ലാൽ ടോപ്പ് ടീമാണ്. 8 പിന്നെ നാഷണൽ പ്ലേയേഴ്സാ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. രഞ്ജിത്ത് താപ്പ അവരെല്ലാം കളിച്ചോണ്ടിരിക്കുന്നത്. രാം താപ്പ എല്ലാം ഉണ്ട്. ഭൂപിന്ദർ സിംഗ് റാവത്ത്. ക്വാർട്ടർ ഫൈനലിൽ ഞങ്ങള് പിന്നെ അവരെ 3-1 ഞങ്ങൾ തോപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ക്വാർട്ടർ ഫൈനലിലെത്തി. ക്വാർട്ടർ ഫൈനൽ ഞങ്ങൾ MRC ജയിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ടാറ്റായുമായിട്ട് ഫൈനലിൽ ഒരു ഗോളിന് തോറ്റുപോയി. അന്ന് ടാറ്റായുടെ ഗോൾ കീപ്പർ എന്റെ അനിയനായിരുന്നു. ടൈറ്റാനിയത്തിന്റെ ഗോൾ കീപ്പർ താങ്കൾ? ഞാനും. അതെ. വിനയകുമാർ. എപ്പോഴും ഒരു പ്രാവശ്യം പണ്ട് എവിടെയോ വായിച്ചായിട്ടറിയാം, ഹാവുഡ് ലീഗിൽ 3 ടീമിനും നായർ ബ്രദേഴ്സ് ഗോൾ കീപ്പേഴ്സ് ആയിട്ട് കളിച്ചെന്നും പറഞ്ഞു. ചെറിയ വെസ്റ്റ് ഫുട്ബോൾ അസോസിയേഷന്റെ കീഴിലാണ് ഹാവുഡ് ലീഗ്. അന്നേരം എന്റെ മൂത്ത ബ്രദർ പിന്നെ മഫ്റ്റ്ലാൻഡിന്റെ ഗോൾ കീപ്പർ സോമശേഖരൻ നായർ, ടാറ്റയുടെ ഗോൾ കീപ്പർ എന്റെ അനിയൻ വിനയകുമാർ, നേവിയുടെ ഗോൾ കീപ്പർ ഞാൻ. ഓ, അത് ശരി. എന്നിട്ട് ആരായിരുന്നു ടൈറ്റിൽ ക്ലാഷ് ലാസ്റ്റ് വന്ന ആരൊക്കെയായിരുന്നു? ചിലപ്പം ചേട്ടന്റെ ടീം ഞാൻ തോക്കും. എന്നാലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ മനസ്സിൽ പറയും, അയ്യോ എന്റെ ചേട്ടൻ ടീം തോക്കരുതെന്ന്. ചേട്ടന്റെ ടീം ജയിച്ചോ? ഇല്ലില്ല, ഡ്രോ ആയി. എന്നാലും നമ്മുടെ മനസ്സിൽ അയ്യോ ചേട്ടനെ തോപ്പിക്കരുതെന്ന്. അത് ബ്ലഡ്. പിന്നെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ ബ്രദേഴ്സിൽ ഒരാളാണ് ചങ്ങനാശ്ശേരിയില് സ്റ്റേഡിയം ഉദ്ഘാടനത്തിന് രാജ് കപൂറിനെ ആകെ 73 സ്റ്റേഡിയം ഓപ്പൺ ചെയ്തു. 6 മാസം കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ 73 മാർച്ചിലാണ് സ്റ്റേഡിയം ഓപ്പൺ ചെയ്തത്. അന്ന് ഏത് ബ്രദർ ആയിരുന്നു ഈ? അതെങ്ങനെയാണ് രാജ് കപൂറിനെ പുള്ളിക്ക് പരിചയം? അന്നേരം ഈ NS നായർ എന്ന് പറയുന്നത് വെസ്റ്റ് ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷന്റെ അവിടെ അതുകൊണ്ട് അസോസിയേഷൻ ഉണ്ടോ, അതിന്റെ മെമ്പറാണ്. മെമ്പർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബോംബെയിലെ വലിയ പണക്കാരുടെ ഒരു ക്ലബ്ബാണ്. അവര് റമ്മിയൊക്കെ കളിക്കുന്നത് കൂപ്പറേജ് തന്നെയാണ്. 5 മണിയൊക്കെ ആകുമ്പോൾ ഇവരെല്ലാം കൂടെ വരും. അവിടെ വെച്ച് ഇങ്ങനെ പിന്നെ റമ്മികളിയൊക്കെ ഉണ്ട്. അതിന് 100 രൂപ വെച്ചൊക്കെ അന്ന് കളിച്ചോണ്ടിരിക്കുന്നത്. അതിന്റെ മെമ്പർഷിപ്പ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അന്ന് ചേട്ടൻ അവിടെ കുറച്ച് പിന്നെ പിടിപാടുണ്ടായിരുന്നു നേവൽ ഓഫീസേഴ്സും ഒക്കെ ആയിട്ട്. അന്ന് ഈ കമാൻഡർ മാത്യൂസ് അവിടെ ആയിരുന്നു. അദ്ദേഹം ഇങ്ങനെ ട്രാൻസ്ഫറായി INS ഗരുഡ വന്നു, കൊച്ചിയിലോട്ട് വന്നു. ആ സമയത്താണ് PPOS ബോംബെ വരുന്നത്. ബോംബെ വന്നിട്ട് എന്നെയും കണ്ടു, എൻ്റെ ചേട്ടനെയും കണ്ടു, ടീം കൊണ്ടുവരുന്ന കാര്യത്തിനെ പറ്റി സംസാരിക്കാനായിട്ട്. അങ്ങനെ അവിടെ വന്നിട്ട് ഇവർ പണ്ട് പോലെ ഞങ്ങളുടെ വീട്ടിൽ വരുവൊക്കെ ചെയ്യുമായിരുന്നു, പറഞ്ഞ സെവൻസ് കളിക്കാനൊക്കെ പോകുന്നത്. അങ്ങനെ ജോസുമായിട്ട് ഞങ്ങളുടെ ഒരു ഫാമിലി റിലേഷൻഷിപ്പ് ഉണ്ട്. അങ്ങനെ വന്ന് രാജ് കപൂറിനെയും ആകെ അന്ന് അവർ ടോപ്പാണല്ലോ രാജ് കപൂറും ഒക്കെ. അങ്ങനെ ചേട്ടൻ്റെ ഇത് വെച്ചോണ്ട് രാജ് കപൂറിനെ ഇവിടെ കൊണ്ടുവന്നു.
ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ പോളുമായിട്ടില്ല, കമാൻഡർ പോളുമായിട്ട് സംസാരിച്ച് കമാൻഡർ പോൾ INS ഗരുഡയുടെ കമാൻഡിംഗ് ഓഫീസർ നേവൽ ബേസ് അങ്ങനെ പരിചയം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ബോംബെയിലുണ്ടായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ട് അവിടെ വന്നു, അവിടെ ലാൻഡ് ചെയ്തു. അവിടെ വന്ന് അദ്ദേഹവുമായിട്ടുള്ള പിന്നെ ഇത് വെച്ചുകൊണ്ട് ഇവർ രണ്ടുപേരെയും ബൈ റോഡ് വരികയും ചെയ്തു. അവിടെ നിന്ന് ഒരു ബോളും കുറച്ച് പൂക്കളും ഒക്കെ ആയിട്ട് അവിടുത്തെ ഹെലികോപ്റ്ററിൽ വന്ന് സ്റ്റേഡിയത്തിന്റെ മോളിൽ കൊണ്ടുവന്ന് അതവിടെ കൊണ്ട് ഞങ്ങൾ കളി കണ്ടോണ്ടിരിക്കുകയാണ്. അന്ന് പിന്നെ ഞാൻ അതിശയോക്തി പറയല്ലേ കേട്ടോ, 2 ഇതാണ് നമ്മുടെ പിന്നെ ചങ്ങനാശ്ശേരിയിൽ നടന്നിട്ടുള്ളത്. 2 ഫ്യൂണറൽ. ഒന്ന് മന്നത്തുൽപ്പനാഭിൻ്റെ ഫ്യൂണറൽ. അദ്ദേഹം ചങ്ങനാശ്ശേരി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനാവലിയായിരുന്നു അന്ന് മന്നത്തുൽപ്പന. അത് കഴിഞ്ഞുണ്ടായിരുന്ന ഈ PP ജോസിൻ്റെ ആയിരുന്നു. PP ജോസിൻ്റെ ആയിരുന്നു അത് കഴിഞ്ഞുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് 10 വയസ്സായിരുന്നു, 76 വയസ്സാകുന്നു. ഈ എൻ്റെ ഇതിൻ്റെ അകത്ത് അതുപോലൊരു പിന്നെ ഈ 2 ഫ്യൂണറൽ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ ആൾക്കാർ അത്ര ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒന്നുമില്ലാത്ത ഒരു മനുഷ്യനെന്ന് വിചാരിക്കണം കേട്ടോ, ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ മിസ്റ്റർ PP ജോസ്. നിങ്ങളുടെ ഏതോ ഒരു ബ്രദർ തങ്കരാജിന്റെ ടീമിൽ 5 വർഷം അടുപ്പിച്ച് കളിച്ചിട്ടുണ്ടെന്ന് സർവീസ് മിസ്റ്റർ നായർ, NS നായർ, സോമശേഖരൻ നായർ. തങ്കരാജും പിന്നെ സോമശേഖരൻ NS നായരും ആയിരുന്നു സർവീസസിന്. അന്ന് തങ്കരാജിനെ ഗോൾ കീപ്പർ ആരാന്ന് ചോദിച്ചാൽ തങ്കരാജ് എന്ന് പറയാൻ എല്ലാവർക്കും ഒരു അഭിപ്രായമായിരുന്നു. അന്ന് തങ്കരാജിനെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു, മനസ്സിലായില്ലേ? അന്ന് കളിച്ച് ഇവർ രണ്ടുപേരുമായിരുന്നു. അന്നേരം ഈ തങ്കരാജ് ഒരു പോസ്റ്റ് നിൽക്കുന്നതുകൊണ്ട് നായർക്ക് ചാൻസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. 6.5 അടി പൊക്കവും നല്ല കഴിവുകളുള്ള ഒരു മനുഷ്യനാണ്. ഒരു പോസ്റ്റ് മുഴുവൻ കംപ്ലീറ്റ് കവർ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈവൻ ദോ നായർക്ക് ചാൻസ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സോവിയറ്റ് യൂണിയൻ പിന്നെ ബോംബെ വരുന്ന സമയത്ത് മിസ്റ്റർ നായർ വാസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദി ഇന്ത്യൻ ടീം. ശരി. പിന്നെ 61 ചങ്ങനാശ്ശേരിയിൽ ആക്ച്വലി ആദ്യത്തെ സന്തോഷ് ട്രോഫി ചങ്ങനാശ്ശേരിയിൽ നിന്ന് മേടിക്കുന്നത് നിങ്ങളുടെ സഹോദരൻ 61 കാലിക്കറ്റില് നാഷണൽസ് ജയിച്ചപ്പോൾ പുള്ളിയാണ് ആദ്യത്തെ ചങ്ങനാശ്ശേരിയിലേക്ക് വരുന്നത്. സന്തോഷ് ട്രോഫി ജയിക്കുന്ന ടീമിലെ ഒരു ചങ്ങനാശ്ശേരിക്കാരൻ ആദ്യം വരുന്നത് നിങ്ങളുടെ സഹോദരൻ തന്നെയാണ്, സോമശേഖരൻ. അതായത് 1961 അതും കേട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ഗോവയിൽ ഏത് ടീമിന്റെ കൂടെയാണ്? അതെ, എന്റെ ബ്രദർ പിന്നെ എന്റെ വിജയകുമാർ എന്റെ മൂത്താണ്. വിജയകുമാറിന്റെ അലിന്റെ ഗോൾ കീപ്പർ ആയിരുന്നു. അലിൻ്റെ നിന്ന് പിന്നെ അദ്ദേഹം വാസ്കോ ഗോവായിക്ക് ജോയിൻ ചെയ്തു. വാസ്കോ ഗോവായിൽ നിന്നാണ് അദ്ദേഹം ഗോവായ്ക്ക് വേണ്ടിയിട്ട് കളിക്കുന്നത്, സ്റ്റേറ്റ് ടീമിന്. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം പിന്നെ സെസഗോവായി ജോയിൻ ചെയ്തു. സെസഗോവായി ജോയിൻ ചെയ്ത് കഴിഞ്ഞ് അവിടെ നിന്ന് സെസഗോവായിക്ക് വേണ്ടി കളിച്ചു. പിന്നെ ഒരു ചെറിയൊരു അവരുടെ ലീഡേഴ്സ് ക്ലബ്ബുമായിട്ട് നടന്നൊരു ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. ജലന്ധർ ഇൻട്രസ്റ്റിങ്ങുമായിട്ട് ക്ലാഷ് ആയി. അതിൻ്റെ ഒരു ചെറിയൊരു ബ്രെയിൻ ഇതുണ്ടായി. അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് പിന്നെ വലിയൊരു സീരിയസ് ഓപ്പറേഷനൊക്കെ ആയിരുന്നു. എന്നിട്ട് ബോംബെ കൊണ്ടുപോയി. അവിടെ നിന്ന് പിന്നെ നൈസ് ഹോസ്പിറ്റലുണ്ട് ബോംബെ, അവിടെ കൊണ്ടുപോയി. അവിടെ വെച്ചാണ് ശരിയായത്. കഴിഞ്ഞപ്പോൾ പുള്ളി കംപ്ലീറ്റ്ലി ടെഫ്റ്റ് ഫുട്ബോൾ. അതെ, വിജയകുമാർ. വിനയചന്ദ്രനാണ് പെൻഡാങ്കുലർ വിനയൻ. അന്ന് പിന്നെ ഹി വാസ് എ ക്യാപ്റ്റൻ ഓഫ് ദ കേരള സ്റ്റേറ്റ് ഫുട്ബോൾ ടീം. ഞാനന്ന് ഐ വാസ് ഇൻ ദ നേവി. വിനയൻ അന്നേരം അവന് കൂടി വന്ന 23 വയസ്സാണ്. അത്രേ ഉള്ളൂ. അത് ശരി. വിനയൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്? ഇപ്പൊ ഉണ്ട്, ബോംബെയിലാണ്. ബോംബെ സെറ്റിൽഡ്. അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഫുട്ബോളിന്റെ കോൺട്രിബ്യൂഷൻ, ഈ ഒരു ഫാമിലിയുടെ കോൺട്രിബ്യൂഷൻ, ചങ്ങനാശ്ശേരിയിലെ ഈ അവിട്ടപ്പള്ളിൽ ബ്രദേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ, അതിന് ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അത്രമാത്രം 5 ഗോൾ കീപ്പേഴ്സ് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യ പോലും 5 ബ്രദേഴ്സ് ഗോൾ കീപ്പേഴ്സായിട്ട് ഒരിടത്തും കാണത്തില്ല. ചിലപ്പോൾ ഒരു ഫാമിലി എന്നുണ്ടെങ്കിൽ പോലും 5 ഓൺ സിബ്ലിങ്സ് എൻ്റെ അറിവിൽ ആദ്യം കളിച്ചിരിക്കുന്നത് നിങ്ങളായിരിക്കും. അത് പല പല ടീമുകൾക്ക് കളിച്ചു. അതും 3 പേര് ഒരേ കോമ്പറ്റീഷനിൽ 3 ടീമിൻ്റെ ഗോൾ. അതും അന്നത്തേക്ക് ഹാർവർഡ് ലീഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാൽക്കട്ട ലീഗ് പോലത്തെ ടൂർണമെൻ്റാണ് ഹാർവർഡ് ലീഗ്. അതിൽ കളിക്കുന്ന 3 ടീമിൽ നിങ്ങളുടെ ബ്രദേഴ്സ്, അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണിയാൽ തീരാത്തത്രം ക്രെഡൻഷ്യൽസ് ഉള്ള ഒരു ഫാമിലി, അതായത് ഫുട്ബോൾ ഫാമിലി. പിന്നെ നിങ്ങളുടെ ഏത് ബ്രദറിന്റെ മകനാണ് ഫിലിം ഡയറക്ടർ ജയരാജ്? ഇൻസി നായർ, മൂത്ത ബ്രദർ ബൊട്ടാനിക്കൽ സർവീസിലെ ഡയറക്ടർ ആയിരുന്നു ഇൻസി നായർ. ഇൻസിഡന്റ് ജസ്റ്റ് നേരെ താഴെയുള്ള ബ്രദറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? പിന്നെ രാജശേഖരൻ നായർ. അദ്ദേഹം പിന്നെ നമ്മുടെ ഈ കാർഡമം സ്മോൾ ഗ്രോവേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഇവിടെ കട്ടപ്പന അവിടെ ആയിരുന്നു അദ്ദേഹം. പിന്നെ അവിടുത്തെ കാമാക്ഷി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു രാജശേഖരൻ. അദ്ദേഹത്തിന്റെ മകനാണ് ജയരാജ്. അപ്പൊ ജയരാജിന്റെ കുട്ടിക്കാലമൊക്കെ ഇവിടെ ആയിരുന്നു. ഇവിടെ പഠിച്ചോണ്ടിരുന്നത്. ഇവിടെ പഠിച്ചു. പിന്നെ എഞ്ചിനീയറിംഗിന് പഠിച്ചത് ട്രിവാൻഡ്രത്തായിരുന്നു ജയരാജ്. പിന്നെ ഇവിടെ ആയിരുന്നു, ചങ്ങനാശ്ശേരിയിലായിരുന്നു. ചങ്ങനാശ്ശേരിയിലായിരുന്നു കോളേജ് പോവുകയൊക്കെ ചെയ്തു. ഇത് ശരിക്കും പറഞ്ഞാൽ
ഇന്ത്യയിൽ ഏതെങ്കിലും വെന്യൂവിൽ കളിക്കാത്തതുണ്ടോ? മെയിൻ ആയിട്ടുള്ള വെന്യൂസ് കാൽക്കട്ടയിൽ കളിച്ചിട്ടുണ്ട്, ഉണ്ട്. ഐഫ ഷീൽഡ് കളിച്ചിട്ടുണ്ട്. ഐഫ ഷീൽഡ് കളിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നേവിക്ക്. ഞാൻ എതിരായിട്ട് പിന്നെ ചുനിഗോസ്വാമിക്ക് എതിരായിട്ട് കളിച്ചിട്ടുണ്ട്. ഓ അത് ശരി, അത് ശരി. പി കെ ബാനർജി, ആഹാ, എന്താ പറയണേ, ഇന്ദ്രസിംഗ്, അത് ശരി. അതൊക്കെ ഐഫ ഷീൽഡാണ്. ഐഫ ഷീൽഡ് കളിച്ചിട്ടുണ്ട്. നിസാം ഗോൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട്. ബോംബെ ഹാർവുഡ് ലീഗ്, ഹാർവുഡിലെ റോവേഴ്സ് കപ്പ്, കേരളത്തിലെ കേരളത്തിലെ ടൂർണമെന്റ്, എല്ലാ ടൂർണമെന്റും, എല്ലാ ടൂർ, തമിഴ്നാട്ടിൽ എല്ലാം വിത്തൽ ട്രോഫി അത് കളിച്ചിട്ടുണ്ട്. കളിച്ചിട്ടുണ്ട്. TFA കളിച്ചിട്ടുണ്ട്. തമിഴ്നാട് ഫുട്ബോൾ അസോസിയേഷൻ അത് കളിച്ചിട്ടുണ്ട്. അത് ശരി. അപ്പൊ ചുരുക്കം പറഞ്ഞാല് ഇന്ത്യയിൽ കളിക്കാത്ത ടൂർണമെന്റ് ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ ആരെങ്കിലും രണ്ടുപേരെ എപ്പോഴും കാണും, മിനിമം. അതിൽ കൂടുതൽ 3 പേര് വന്നിട്ടുള്ള ഹാർവുഡ് ലീഗിനാണ്. അത് ശരി. ഇപ്പോഴും ഫുട്ബോളൊക്കെ നടക്കുന്നിടത്തൊക്കെ പോയി നോക്കിക്കാറുണ്ട്. സത്യം, തീർച്ചയായിട്ടും. ഇപ്പോഴും നമുക്കൊരു ഐഡന്റിറ്റി തന്ന ഗെയിമാണ് തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പോഴത്തെ പിള്ളേരോട് എന്താണ് അഡ്വൈസ് ബാബുന്റെ? ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ 136 ആയി, 4 കുറഞ്ഞു പോയി. അതെ. അന്നേരം നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിന്റെ സ്റ്റാൻഡേർഡ് നമുക്ക് ഏറുന്നതാണ് എന്ന് ഇതിൻ്റെ അകത്തുനിന്ന് പൊളിറ്റിക്സ് എടുത്ത് കളയുന്നു. അന്ന് മാത്രമേ ഇത് രക്ഷപ്പെടുകയുള്ളൂ. അറിയാവുന്ന ആൾക്കാരെ അതിൻ്റെ ടോപ്പിൽ കൊണ്ടുവരണം. സ്വിമ്മിങ് അറിയാത്തവനെ സ്വിമ്മിങ് കോച്ചായിട്ട് വിട്ടതിൻ്റെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. പിന്നെ ഇപ്പം അർജൻറ്റീനയുടെ കാര്യം പറഞ്ഞ മെസ്സിയൊക്കെ ഇവിടെ വരുന്നു. മെസ്സിയെക്കാളും എത്രയോ ഭംഗിയുള്ള ഫുട്ബോളേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു, അറിയാമോ? യങ് ബഡ്സിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിലിരിക്കുന്നവരാണ് വിചാരിക്കേണ്ടത്. ഇപ്പം നമ്മളെ അവിടുത്തെ ഇന്ത്യൻ പിന്നെ ഒളിമ്പിക് അസോസിയേഷൻ കണ്ടില്ല, ഷഫ്ലിങ്, PT ഉഷ തട്ടിക്കളയാനായിട്ട് എന്തെല്ലാം നടക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. അപ്പൊ ഇപ്പൊ അവിട്ടപ്പള്ളി ഫാമിലിയിലെ ഫുട്ബോൾ ആരും കളിക്കുന്നില്ല? ഉണ്ടോ? ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അത് 2 കുട്ടികളാണ് എൻ്റെ മകൾക്കുള്ളത്. ഒന്ന് UAE പിന്നെ അവിടുത്തെ ടീമിലേക്ക് അവർക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഫുട്ബോൾ പെൺകുട്ടിയാണ്. അത്ലറ്റിക്കിൻ്റെ അകത്ത് 100 മീറ്റേഴ്സും 200 മീറ്റേഴ്സ് അവിടുത്തെ UAE സെലക്ഷൻ കിട്ടിയിട്ട് അവൾ പൂനെയിലായിരുന്നു. എൻ്റെ ഇതിന് അന്ന് അവൾക്ക് എക്സാം ആയതുകൊണ്ട് വരാനായിട്ട് സാധിച്ചില്ല. നല്ല ഇതാണ്. സ്പോർട്സ് എഡീഷൻ ഒരു വിധത്തിൽ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇതിനോളം കുറച്ചെങ്കിലും ആൾക്കാർക്കൊരു ഇൻഫർമേഷൻ ഞങ്ങളെ പോലുള്ള കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചങ്ങനാശ്ശേരി ഫുട്ബോളിന് ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്. ഇന്ത്യക്ക് തന്നെയല്ല, ലോകത്തിന് തന്നെ കൊടുത്ത ഒരു ചരിത്രമാണ് ഇപ്പൊ കേട്ടത്. ഒരു വീട്ടിൽ നിന്ന് 5 ഗോൾ കീപ്പർ, ഞങ്ങളെ പോലെ അസ്തമിച്ച് കൊണ്ടിരിക്കുന്ന. അതായത് നമ്മളെല്ലാം അസ്തമിച്ചാലും നമ്മുടെ ചരിത്രം ഒരിക്കലും അസ്തമിക്കുകയല്ല. അത് എല്ലാവർക്കും, ബാബുവിനും എനിക്കും എല്ലാം ആപ്ലിക്കബിൾ ആണ്. അത് ഒരു ചരിത്രമായി തുടരുക തന്നെ ചെയ്യും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.